നമസ്കാരം. വെറും 5000 രൂപ കൊണ്ട് 40,000 കോടിയുടെ സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരു ഇന്ത്യക്കാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. തൻ്റെ മാജിക് കൊണ്ട് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് നടന്നു കയറിയ ഒരു മനുഷ്യൻ. തൻ്റെ പഠനകാലത്ത് സ്വരുക്കൂട്ടിയ 5000 രൂപ കൊണ്ട് ഇന്ത്യയിലെ അതിസമ്പന്നന്മാരുടെ 48ാമത് സ്ഥാനം സ്വന്തമാക്കിയ ഒരു ബോംബെക്കാരൻ. ഇന്ത്യൻ ബുള്ളൻ എന്നറിയപ്പെടുന്ന രാകേഷ് ജുഞ്ചൻവാലയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്കും കുട്ടികൾക്കും കൂട്ടുകാർക്കും പകർന്നു നൽകേണ്ടുന്ന ഒരു കഥയാണ് രാകേഷിൻ്റേത്. 1960-ലാണ് രാകേഷ് മുംബൈയിൽ ജനിക്കുന്നത്. ഒരു ഇടത്തരം കുടുംബത്തിലാണ് രാകേഷ് ജനിച്ചത്. അച്ഛനൊരു ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു. രാജസ്ഥാനിൽ നിന്നും കുടിയേറിപ്പാർത്ത ഒരു കുടുംബമായിരുന്നു രാകേഷിൻ്റേത്. ഇൻകം ടാക്സ് ഓഫീസറായ അച്ഛൻ്റെ കൂട്ടുകാർ എല്ലാ ദിവസവും വൈകുന്നേരം രാകേഷിൻ്റെ വീട്ടിലെത്തും. പണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഷെയർ മാർക്കറ്റ് താഴുകയും ഉയരുകയും ചെയ്യുന്ന തുടങ്ങിയ നിരവധി സംസാരങ്ങൾ കേട്ടാണ് രാകേഷ് വളരുന്നത്. 12 വയസ്സുകാരനായ രാകേഷ് അച്ഛനോട് ചോദിച്ചു, ഒരു ദിവസം എങ്ങനെയാണ് ഈ ഷെയർ മാർക്കറ്റ് ഉയരുകയും താഴുകയും ചെയ്യുന്നതെന്ന്. എന്നാൽ അച്ഛൻ അതിന് കൃത്യമായ മറുപടി കൊടുത്തില്ല. അവനോട് പറഞ്ഞത്, നീ എല്ലാ ദിവസവും പത്രം വായിക്കാനാണ്. പത്രം വായിക്കുമ്പോൾ നിനക്ക് ഇന്ത്യയിലെ മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുണ്ടാകും എന്ന്. അച്ഛൻ്റെ വാക്ക് കേട്ട് പിറ്റേ ദിവസം മുതൽ രാകേഷ് പത്രം വായന ആരംഭിച്ചു. കമ്പനികളെക്കുറിച്ചും ഇന്ത്യയിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഷെയർ മാർക്കറ്റിനെ കുറിച്ചുമൊക്കെ രാകേഷ് പഠിക്കുവാൻ തുടങ്ങി. +2 കഴിഞ്ഞ രാകേഷ് അച്ഛനോട് ആവശ്യപ്പെട്ടു, എനിക്ക് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. എങ്ങനെ ഷെയർ വാങ്ങണമെന്നും എപ്പോൾ വിൽക്കണമെന്നും എല്ലാം ഞാനിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞത്, നീ വെറും +2 മാത്രമാണ് പഠിച്ചത്. ആരെങ്കിലും ചോദിച്ചാൽ ഒരു ഡിഗ്രി പോലും നിനക്ക് പറയുവാനില്ല. അതുകൊണ്ട് ഒരു ഡിഗ്രി എടുത്തതിന് ശേഷം നിന്റെ തീരുമാനം എന്താണോ അതിലേക്ക് പോകൂ എന്നാണ് രാകേഷിൻ്റെ അച്ഛൻ അന്ന് പറഞ്ഞത്. അച്ഛൻ്റെ വാക്കുകൾ എന്നും കേട്ടിട്ടുള്ള രാകേഷ് പഠിക്കുവാൻ തന്നെ തീരുമാനിച്ചു. മുംബൈയിലെ ഒരു കോളേജിൽ കൊമേഴ്സ് ആൻഡ് എക്കണോമിക്സ് എടുത്ത് ഡിഗ്രി പഠനം ആരംഭിച്ചു. 1985-ൽ രാകേഷിന്റെ പഠനം പൂർത്തിയായി. രാകേഷ് ഒരു CA കാരനായി മാറിയിരിക്കുന്നു. രാകേഷ് അച്ഛനോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒരു ഡിഗ്രി എടുത്തിരിക്കുന്നു, എനിക്ക് ഒരു ഇൻവെസ്റ്റർ ആകണം. അച്ഛൻ പറഞ്ഞു, നീ ഡിഗ്രി എടുത്തിരിക്കുന്നു, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ നിന്റെ കയ്യിൽ പണമില്ല. ഞാനോ ഈ കുടുംബത്തിൽ നിന്നോ 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ നിനക്ക് തരത്തില്ല. എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നോ നമ്മുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നോ 1 രൂപ പോലും കടവും വാങ്ങരുത്. നീ സ്വന്തമായി ഉണ്ടാക്കിയ പൈസ കൊണ്ട് നീ ഒരു ഇൻവെസ്റ്ററായി മാറുക എന്ന്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയെങ്കിലും ജോലിയൊന്നും ലഭിച്ചില്ല. പക്ഷേ പഠന സമയത്ത് രാകേഷിന് കിട്ടിയ പോക്കറ്റ് മണികളും മറ്റു പൈസകളും കൂട്ടിവെച്ച് ഒരു 5000 രൂപ രാകേഷിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ 5000 രൂപ വെച്ച് ചെറുതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ചെറിയ ലാഭങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും വലിയ ലാഭം ലഭിക്കണമെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് രാകേഷിന് മനസ്സിലായി. അങ്ങനെ രാകേഷിന്റെ സഹോദരന്റെ സുഹൃത്തിൽ നിന്നും രാകേഷ് 2.5 ലക്ഷം രൂപ കടം ചോദിച്ചു. രാകേഷ് പറഞ്ഞു, നിങ്ങൾ FD ഇട്ടാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പലിശ, ബാങ്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ പലിശ ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് രാകേഷിന്റെ സഹോദരന്റെ സുഹൃത്തിനോട് രാകേഷ് പറഞ്ഞു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റായ രാകേഷിനെ അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നു. അങ്ങനെ 2.5 ലക്ഷം രൂപ രാകേഷിന് അദ്ദേഹം നൽകുന്നു. അങ്ങനെ ടാറ്റ ടീയുടെ അന്ന് 43 രൂപ വിലയുണ്ടായിരുന്ന 5000 ഷെയറുകൾ രാകേഷ് വാങ്ങുന്നു. മാർക്കറ്റ് കൃത്യമായി സ്റ്റഡി ചെയ്തിരുന്ന രാകേഷിന് അറിയാമായിരുന്നു, വലിയ താമസിക്കാതെ തന്നെ ടാറ്റ ടീയുടെ ഈ ഷെയർ മുന്നോട്ട് പോകുമെന്ന്. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ടാറ്റ ടീയുടെ 43 രൂപ വിലയുണ്ടായിരുന്ന ഷെയർ 143 രൂപയിലെത്തി. അതായത് ഒരു ഷെയറിന് 100 രൂപ ലാഭം ലഭിച്ചിരിക്കുന്നു. 5000 ഷെയറുകൾ രാകേഷിന്റെ കയ്യിലുണ്ടായിരുന്നു.
അന്ന് 5 ലക്ഷം രൂപയാണ് ടാറ്റ ടിയുടെ ഷെയറിൽ നിന്നും രാകേഷിന് ലാഭം ലഭിക്കുന്നത്. രാകേഷിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ ഒരു ട്രേഡായിരുന്നു അത്. 1985 തുടങ്ങിയ ട്രേഡ് 1988 എത്തുമ്പോൾ 25 ലക്ഷം രൂപയോളം ലാഭമുണ്ടാക്കി കഴിഞ്ഞു ഷെയർ മാർക്കറ്റിൽ നിന്നും രാകേഷ്. 1985 കാലഘട്ടത്തിലെ 25 ലക്ഷം രൂപയാണ്. 1987 രാകേഷ് വിവാഹിതനായിരുന്നു. രേഖ ജുഞ്ചൻവാലയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. ഈ പേര് ഇന്ന് ഭയങ്കര ഫേമസ് ആണ്. ഞാനുൾപ്പെടെയുള്ള ചെറുകിട ഇൻവെസ്റ്റേഴ്സ് രേഖയുടെ പോർട്ട്ഫോളിയോ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. രാകേഷിന്റെ കൃത്യമായ പഠനവും മാർക്കറ്റിലെ കൃത്യമായ ഇടപെടലും രേഖയ്ക്കും അദ്ദേഹം പകർന്നു നൽകിയിരുന്നു. പിന്നീട് രണ്ടുപേരും ഒരുമിച്ചാണ് ട്രേഡിംഗ് കമ്പനി രൂപീകരിച്ച് ട്രേഡുകൾ നടത്തി വന്നിരുന്നത്. 1992 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പിടിച്ചുകുലുക്കിയ അർഷദ് ശാന്തിലാൽ മേത്ത സ്കാം ഇന്ത്യൻ മാർക്കറ്റ് പാടെ തകർന്നു വീണ സമയം. പക്ഷേ മാർക്കറ്റിനെ നിരന്തരം നിരീക്ഷിച്ചു വന്നിരുന്ന രാകേഷിന് വലിയ നഷ്ടമുണ്ടായില്ല. എന്നാൽ ഇന്ത്യയിലെ പല ഇൻവെസ്റ്റേഴ്സിനും കോടിക്കണക്കിന് രൂപയാണ് ഈ സ്കാമിലൂടെ നഷ്ടമായത്. ആ സമയത്ത് താഴെ പോയ പല ഓഹരികളും രാകേഷും രേഖയും വാങ്ങിക്കൂട്ടി. ഒരു വർഷത്തിനകത്ത് തന്നെ കോടിക്കണക്കിന് രൂപയാണ് അവർ സ്വന്തമാക്കിയത്. 2003 വെറും 3 രൂപ ഉണ്ടായിരുന്ന ടൈറ്റാൻ കമ്പനിയുടെ ഷെയർ, വാച്ച് കമ്പനി ആണ് ടൈറ്റാൻ കമ്പനിയുടെ ഷെയർ വലിയ തോതിൽ രാകേഷ് കൈക്കലാക്കിയിരുന്നു. ഇന്ന് ആ ഷെയറിന്റെ വില 2000-ന് മുകളിലാണ്. ഇന്ന് രാകേഷിന്റെ ടൈറ്റാൻ കമ്പനിയുടെ ഷെയറിന്റെ മൂല്യം 7200 കോടി രൂപയാണ്. ടൈറ്റാൻ കമ്പനി പോലെ തന്നെ ലാഭമുണ്ടാക്കിയ നിരവധി ഷെയറുകൾ രാകേഷിന്റെ പോർട്ട്ഫോളിയോയിലുണ്ട്. ഇപ്പോൾ രാകേഷിന്റെ ആസ്തി $5.9 ബില്യൺ ആണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ 48ാം സ്ഥാനമാണ് ഇന്ന് രാകേഷിനുള്ളത്. സ്വന്തമായി കമ്പനി ഉണ്ടാക്കിയല്ല രാകേഷ് പൈസ ഉണ്ടാക്കിയത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ വലിയ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയറുകൾ മേടിച്ചാണ് രാകേഷ് ഇത്രയും വലിയ സമ്പന്നനായി മാറിയത്. നല്ല കമ്പനികളുടെ ഓഹരികൾ തുടക്കത്തിലെ വാങ്ങി തുടങ്ങിയതാണ് രാകേഷിന്റെ ഈ വളർച്ചയ്ക്കുള്ള ഉണ്ടായ പ്രധാന കാരണവും. ഇങ്ങനെ നല്ല കമ്പനിയെക്കുറിച്ച് കൃത്യമായി പഠിക്കുവാനും അത് ഫോളോ അപ്പ് ചെയ്യുവാനും കഴിഞ്ഞാൽ നമുക്കും ഇത്തരത്തിൽ ഒരുപക്ഷെ നല്ല ഓഹരികൾ കണ്ടെത്തുവാനും വിജയിക്കുവാനും സാധിക്കും. ഇന്ന് ഏത് സാധാരണക്കാരനും ഒരു ഇൻവെസ്റ്റർ ആവാൻ കഴിയും. ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏത് കമ്പനികളുടെ ഷെയറുകളും വാങ്ങിക്കുവാനുള്ള ആപ്പുകൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ രജിസ്ട്രേഷനുള്ള സെറോദ, ഏഞ്ചൽ വൺ പോലെയുള്ള നിരവധി ഓൺലൈൻ ആപ്പുകൾ ഇന്ന് ലഭ്യമാണ്. അതുവഴി ആർക്കും ഇൻവെസ്റ്റ് ചെയ്യുവാൻ സാധിക്കും. രാകേഷിന്റെ ഈ ജീവിത വിജയ കഥ നല്ലൊരു ഇൻവെസ്റ്റർ ആകുവാൻ ഒരുപക്ഷെ നിങ്ങളെയും സഹായിച്ചേക്കാം.